രൂക്ഷമായ വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്ന പത്തിയൂർ പഞ്ചായത്ത് 12ാം വാർഡിലെ 10ഓളം വരുന്ന വീടുകളുടെ ദയനീയമായ അവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ജനങ്ങളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് വാങ്ങിയ പഞ്ചായത്ത് മെമ്പർ പോലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും വീടുകളിലെ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റുകയോ സഹായമെത്തിക്കുകയോ ചെയ്തിട്ടില്ലെന്നും BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട്ട് പറഞ്ഞു. രൂക്ഷമായ വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്ന പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ 10ഓളം വരുന്ന വീടുകളിലെ ദയനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് CPM-ഉം കോൺഗ്രസും പല മോഹന വാഗ്ദാനങ്ങൾ നൽകിയും റോഡ് നിർമ്മിച്ച് നൽകാമെന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നുവെന്ന് BJP നേതാക്കൾ പറഞ്ഞു. വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് വാങ്ങിയ ഗ്രാമപഞ്ചായത്ത് അംഗം പോലും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. 10ഓളം വരുന്ന വീടുകളിലെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ മറ്റോ മാറ്റുവാനോ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുവാനോ സൗകര്യങ്ങൾ ഒരുക്കുവാനോ ആർക്കും കഴിയുന്നില്ല എന്നും BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രഞ്ജിത്ത്, അഖിൽ KK, ബാബു, മോഹനൻ, വാസുദേവൻ, കണ്ണൻ, അരുൺ, രഞ്ജിത്ത് ബോസ്, അമൽരാജ്, രാധാകൃഷ്ണൻ എന്നിവരും സ്ഥലം സന്ദർശിച്ച BJP സംഘത്തിലുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പല വീടുകളിലും ചോദിച്ചപ്പോൾ ഇവിടെ പഞ്ചായത്തിൻ്റെ അധികാരികളോ പഞ്ചായത്ത് മെമ്പറോ ആരും തന്നെ ഈ ഭാഗത്തേക്ക് എത്തി നോക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതുകൊണ്ട് ആ വീടിൻ്റെ പടിക്ക് മുകളിൽ വെള്ളം നിൽക്കുകയാണ്. ഇനി മൊത്തമായി പെയ്തു കഴിഞ്ഞാൽ ആ പെരയ്ക്കകത്തേക്ക് വെള്ളം കയറുന്നൊരവസ്ഥയാണ്. ഈ വീട്ടിലാണെന്നുണ്ടെങ്കിൽ 10 ദിവസം പ്രായമായ ഒരു കൈക്കുഞ്ഞുമായിട്ട് അവിടെ താമസിക്കുകയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ കാലാകാലങ്ങളിൽ ഇവിടെ ഇടതും വലതും ഭരിച്ചുകൊണ്ടിരിക്കുന്ന 12ാം വാർഡിലെ വളരെ ശോചനീയപരമായ മഴ പെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷങ്ങൾ കൊണ്ട് 19 വർഷം കൊണ്ട് CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് പത്തിയൂർ പഞ്ചായത്ത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാനോ ഈ തോടിൻ്റെ പിച്ചിങ് ഇച്ചിരി കൂടെ ഉയർത്തി കെട്ടിക്കഴിഞ്ഞാൽ ഈ തോട്ടിൽ നിന്നും ഇങ്ങോട്ട് വെള്ളം കയറുന്നത് തടയാൻ സാധിക്കും. ഇതൊന്നും ചെയ്യാതെ ഇവിടുത്തെ അധികാരി വർഗ്ഗങ്ങൾ ഇലക്ഷൻ ആകുമ്പോൾ മാത്രം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ വന്ന് കാണുകയും അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടിയുമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന് കർശനമായ ഒരു തീരുമാനം ഇവിടുത്തെ ഭരണവർഗ്ഗങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായിട്ട് BJP 12ാം വാർഡ് കമ്മിറ്റി പോകുമെന്ന് CD ന്യൂസ് കായംകുളം.